പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോണവും രണ്ട് ലോകങ്ങളിലും ചെറിയപ്പെടുമാറാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട വികാരി ഫാദർ ഡോക്ടർ ബോബി ത്രയാനിൽ, ഇത്രയും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, ഇത്രയും ബഹുമാനപ്പെട്ട സാജോ കീപ്പൻശേരി അച്ഛൻ, ഇത്രയും ബഹുമാനപ്പെട്ട റിജു അച്ഛൻ, ട്രസ്റ്റിമാരായിരിക്കുന്ന പ്രിയ മുകളേൽ MC ബെന്നി, തക്കേശ്ശേരിൽ ശ്രീമാൻ ബിജു ടി ജോൺ, പള്ളി ഭരണ സമിതി അംഗങ്ങളെ, ഭക്തസംഘടനാ ഭാരവാഹികളെ, കർത്താവായ യേശുമിശിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മഹാപരിശുദ്ധനായിരിക്കുന്ന മോറൻ ഇഗ്നാത്തിയോസ് എലിയാസ് തൃതീയൻ പത്രികിസ് ബാവായുടെ 93ാമത് ദുഃഖ്രോനോ ചരമസ്മരണ നാം സാഘോഷം കൊണ്ടാടുകയാകുന്നുവല്ലോ. ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കും. ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കും. ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തിന് കൃതജ്ഞത അറിയിക്കും. നന്ദി പറയും. ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവസന്നിധിയിൽ കാഴ്ചകൾ അർപ്പിക്കും. ദൈവത്തിന് കാഴ്ചയുടെ ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ കാഴ്ച സമർപ്പിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് കാഴ്ചകൾ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 66:12 ബഹുമതിയാണ്, ബഹുമതിപൂർവം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും. പൗലോസ് അപ്പോസ്തലന് കെംക്രിയായിൽ വെച്ച് തല ക്ഷൗരം ചെയ്യണമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 18:18 അദ്ദേഹം നിറവേറ്റി. നേർച്ച നേരുന്നത് കുഴപ്പമില്ല, നേർച്ച നേരാതിരിക്കുന്നത് കുഴപ്പമില്ല, നേർച്ച നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതാണ് കുഴപ്പമെന്ന് സഭാപ്രസംഗി 5:4-6. അപ്പം അതുകൊണ്ട് ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കും. ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തിന് കൃതജ്ഞത അറിയിക്കും. എന്നാൽ പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കണമോ? പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഉണ്ടോ? പരിശുദ്ധന്മാർ, ശുദ്ധിമതികൾ, പരിശുദ്ധ ദൈവമാതാവ്, അവരുടെ സാന്നിധ്യവും മധ്യസ്ഥതയും നാം എപ്പോഴും തേടണമോ? പരിശുദ്ധ അമ്മയിലും പരിശുദ്ധന്മാരിലും ശുദ്ധിമതികളിലും ദൈവം തന്നെയാണ് വസിക്കുന്നത്. ദൈവകൃപയാണ് നിറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ദൂതൻ പറഞ്ഞ വചനം എന്ത്? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. പരിശുദ്ധ അമ്മയിൽ ദൈവകൃപ നിറഞ്ഞിരിക്കുകയാണ്. യോഹന്നാൻ 1:17 കൃപയും സത്യവും നിറഞ്ഞവൻ യേശു ക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവർത്തനം 6:8 സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞ് സമൂഹ മധ്യത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. കർത്താവാണ് ചെയ്യുന്നത്. ദൈവകൃപയാണ് പ്രവർത്തിക്കുന്നത്. 1 കൊരിന്ത്യർ 15:10 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. ദൈവം ചൊരിഞ്ഞ കൃപ നഷ്ടമാക്കി കളഞ്ഞിട്ടില്ല. ഞാനല്ല അധ്വാനിച്ചത്, എന്നോട് കൂടെയുള്ള ദൈവ കൃപയാണ്. പരിശുദ്ധനായിരിക്കുന്ന മോറൻ ഇഗ്നാത്തിയോസ് എലിയാസ് തൃതീയൻ പത്രികിസ് ബാവായിൽ ദൈവകൃപ നിറഞ്ഞിരിക്കുകയാണ്. അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും ആ പരിശുദ്ധന്റെ സാന്നിധ്യം കൊണ്ടും തുടർന്ന് മധ്യസ്ഥത കൊണ്ടും നാം പ്രാപിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധന്മാരോട് ചേർന്ന് നിൽക്കുവാനും അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനും എപ്പോഴും ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവന് ആഗ്രഹമുണ്ട്. അവൻ എപ്പോഴും അത് നിവർത്തിക്കുകയും ചെയ്യും. എഫേസ്യർ 2:19-22 എഫേസ്യർക്കുള്ള ലേഖനം 2:19-22 അവിടെ പറയുന്നത്, ഒരു മന്ദിരം പണിയുകയാണ്. അതിന്റെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമാകുന്ന അടിത്തറ. നാം ഓരോരുത്തരും അതിലെ ജീവനുള്ള കല്ലുകളാണ്. അതുപോലെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധന്മാർ, ശുദ്ധിമതികൾ, പരിശുദ്ധ ദൈവമാതാവ് ഒരുപോലെ പരിശുദ്ധിയിൽ ഒന്നായി തീരുമാനമാക്കുവിധം നാം ഒന്നായി തീരുമാനമാക്കുവിധം ആഗ്രഹിക്കുകയാണ്. ഇന്ന് വായിച്ച തിരുവചന ഭാഗം യോഹന്നാൻ 17-ാം അധ്യായം, പിതാവേ നാം ഒന്നായിരിക്കും പ്രകാരം അവർ നമ്മിൽ ഒന്നാകണമേ. യോഹന്നാൻ 10:30 ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ ഒന്നാണ്. പിതാവേ നാം ഒന്നായിരിക്കും പ്രകാരം അവർ നമ്മിൽ ഒന്നാകണമേ.
അതുപോലെ പരിശുദ്ധിയിൽ ഒന്നായി തീരുമാനത്തക്ക വിധമാണ് ഈ പെരുന്നാൾ നാം ആഘോഷിക്കുന്നത്. ഒരു പുണ്യവാന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവന് പുണ്യവാന്റെ അതേ പ്രതിഫലം കർത്താവ് പറഞ്ഞ വചനമാണ്. മത്തായി 10:42. അപ്പം ആയതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പെരുന്നാൾ അനുഗ്രഹത്തിൻ്റെതാണ്. എബ്രായർ 12:1-3 സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സകല ഭാരവും സദാ നമ്മോട് ചേർന്ന് നിൽക്കുന്ന പാപവും വിട്ട് വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ നോക്കി ഓടണമെന്ന് പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതുകയാണ്. ആയതുകൊണ്ട് ഇന്ന് നാം നമ്മുടെ ആധികളും വ്യാധികളും ഭാരങ്ങളും രോഗങ്ങളും നൊമ്പരങ്ങളും മുറിവുകളും ക്രൂശിൽ ഇറക്കി വയ്ക്കുവാൻ തക്കവിധം പരിശുദ്ധന്റെ പ്രാർത്ഥനയിൽ അഭയപ്പെടുകയാണ്. ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം എത്രയോ ഭാഗ്യമുള്ളത്, എത്രയോ അനുഗ്രഹിക്കപ്പെട്ടത്. എത്രയും ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ വളരെ നാളുകൾക്ക് മുൻപ് സെമിനാരിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അറിയുകയും അനേക തരത്തിലുള്ള കാര്യങ്ങൾ വിചിന്തനം ചെയ്യുകയും ചെയ്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ ആ തീഷ്ണത, അദ്ദേഹം ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്ന് നല്ല രീതിയിൽ മാതൃകാപരമായി ശുശ്രൂഷ ചെയ്യുവാൻ തക്ക വിധം സമർപ്പിക്കപ്പെട്ട ഒരു പട്ടക്കാരനാണ്. അദ്ദേഹത്തെ ഓർക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ വെങ്ങോലയിൽ വികാരിയായിരിക്കുമ്പോൾ, ബഹനാമ്പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ പരിചയമുള്ള വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ ഓർക്കുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട കീപ്പനശ്ശേരിൽ സാജു അച്ഛൻ സുറിയാനി പണ്ഡിതരാണ്. അനേകം പേരെ കർത്താവ് പറഞ്ഞ അറമൈക്ക് അതിനോട് ചേർന്ന് ഉള്ള സുറിയാനി പഠിപ്പിക്കുവാനും ആ വലിയ മൽപ്പാൻ്റെ കീഴിൽ അനേകം പേർ ഇന്ന് സുറിയാനിയിൽ നിപുണതയുള്ളവരായി തീരുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഞാൻ വിളിക്കുവാനായിട്ട് ഒരു കാര്യമുണ്ടായി. അവിടെ ശാന്തരാത്രി എന്ന് ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് സുറിയാനി വാക്ക് തേടി ആളുകൾ നടക്കുകയാണ്. സെമിനാരിയിലെ ഒരു അച്ഛനോട് സംസാരിച്ചു. അതുപോലെ തന്നെ തൃശ്ശൂർ ഭദ്രാസനത്തിലുള്ള അമേരിക്കയിലെ ഒരു അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞപ്പോൾ ഈ അച്ഛനെ ഞാൻ വിളിച്ചു. പക്ഷേ അച്ഛൻ തിരക്കിലായിരുന്നുകൊണ്ടും അതിന് മറുപടി സ്വീകരിക്കുവാനായിട്ട് എനിക്ക് പിന്നീട് തിരക്ക് വന്നുകൊണ്ടും അത് സാധിച്ചില്ല. ലിലിയോ ഷെലിയോ എന്നൊരാൾ പറഞ്ഞു, ലിലിയോ ബെഹലോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. അങ്ങനെ ശാന്തരാത്രി എന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിന് അച്ഛനോട് ഞാൻ ചോദിച്ചു. പിന്നീട് അച്ഛൻ ഒന്നും കൂടി വിളിച്ചു. എന്തിനാണ് വിളിച്ചത് എന്നതിന് ഉത്തരമായി സാജു അച്ഛൻ പറഞ്ഞത് സ്നേഹിക്കാൻ. അപ്പം ആയതുകൊണ്ട് ദൈവ സ്നേഹം പങ്കിടുവാനായിട്ടാണ് നാം ഓരോരുത്തരും ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന. ദൈവത്തിൻ്റെതായ ആ സ്നേഹം പരിശുദ്ധനായിരിക്കുന്ന മോറൻ മാർഗ്നാത്യോസ് എലിയാസ്ത്രിയൻ പത്രികസ് ബാബയുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. ആ വലിയ ആത്മീക ചൈതന്യത്തിന് കീഴിൽ നമുക്കിന്ന് നിലകൊള്ളുവാനായിട്ട് ഇടയാകുകയാണ്. അവിടെ വിശുദ്ധരോട് പ്രാർത്ഥിക്കുവാനും വിശുദ്ധരോട് മധ്യസ്ഥ ചോദിക്കുവാനും ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനെ കഴിയൂ. ദൈവത്തിൻ്റെ അമ്മയെ നിൻ്റെ അമ്മയെ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മയെ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചി യോഹന്നാനാണ് അതിന് ദൈവം കൃപ നൽകിയത്. ഇതാ നിൻ്റെ അമ്മ, സ്ത്രീയെ ഇതാ നിൻ്റെ പുത്രൻ. പരിശുദ്ധ പിതാവെ എന്ന് വിളിക്കണമെങ്കിൽ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ് വേണം. നീ ദൈവപുത്രനാണെങ്കിൽ മാത്രമേ ദൈവപുത്രൻ്റെ ആ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നീ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവുള്ളവനായിരിക്കണം. മിശിഹാതമ്പുരാന്റെ അമ്മയെ നിന്റെ അമ്മ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നീ ദൈവപുത്രനായിരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് യഥാർത്ഥമായി ആ അമ്മയെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. മാമോദീസ തൊട്ടി ദൃഷ്ടാന്തീകരിക്കുന്ന നമ്മെ മാമോദീസ തൊട്ടിയിൽ ദൈവം ജനിപ്പിച്ചതാണ്. പരിശുദ്ധ ബലി ആരംഭിക്കുന്നത് തന്നെ രണ്ടുപേരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും കൊണ്ടാണ്. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യൂഹാനോനും. പരിശുദ്ധ അമ്മയുടെ സമർപ്പണം താഴ്മയിലാണ്. ലൂക്കോസ് 1:38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. താഴ്മയിലാണ്. യോഹനൻ മാംദോനോ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യൂഹാനോനും. യോഹനൻ മാംദോനോ സെന്റ് ജോൺസ് ആ നാമത്തിലാണ് ഈ ദൈവാലയം തന്നെ. അദ്ദേഹം എന്താ സമർപ്പിച്ചത്? ഞാൻ കുറയണം, അവൻ വളരണം. യോഹന്നാൻ 3:30 ഞാൻ കുറയണം, അവൻ വളരണം. താഴ്മയിലാണ് ബലി തുടങ്ങുക. താഴ്മയിൽ അർപ്പിക്കുന്ന, അനുതാപത്തിൽ അർപ്പിക്കുന്ന ബലിയാണ് സ്വർഗം സ്വീകരിക്കുക.
ആയതുകൊണ്ട് ഇന്ന് പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ നമുക്ക് അഭയപ്പെടാം. ആ മധ്യസ്ഥത നമുക്ക് കാവലും കൂട്ടും കോട്ടയമായി തീരട്ടെ. പഴയ നിയമത്തിൽ അനേകം മധ്യസ്ഥന്മാരെ നമുക്ക് കാണാം. അത് മോശ, അബ്രഹാം, ഇയ്യോബ്, അനേകം മധ്യസ്ഥന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ എബ്രായർ 9:15 എബ്രായർ 12:24 പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. വിശുദ്ധതമ്പുരാനിലുള്ളവരെല്ലാം മധ്യസ്ഥന്മാരാണ്. നമ്മളോട് ചോദിച്ചിട്ടില്ലേ പലരും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എന്തുകൊണ്ടാണ്? നമ്മിൽ മിശിഹൈക മധ്യസ്ഥൻ വസിക്കുകയാണ്. മിശിഹാതമ്പുരാനാകുന്ന ദൈവപുത്രൻ നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ആയതുകൊണ്ട് ആ മധ്യസ്ഥതയിൽ പങ്കാളിത്തമുള്ളവരായി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, ഇടിവിൽ നിൽക്കുന്നവരായി. ഹസ്കേൽ 22:30-31 അവരുടെ ഇടയിൽ ആ ദേശത്തിന് മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ഒരുവനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ദേശത്തിൻ്റെ മേൽ ക്രോധാഗ്നി അയച്ചു എന്ന് ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണോ നാം? അത് കടമായി കിടക്കുകയാണോ? പ്രാർത്ഥിക്കാമെന്ന് വെറുതെ പറഞ്ഞതാണോ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ കടങ്ങളെല്ലാം വീട്ടപ്പെടുന്ന അനുഭവത്തിൽ നമ്മോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധനായിരിക്കുന്ന ബാവായുടെ സന്നിധിയിൽ സമർപ്പിക്കുവാനും അവർക്ക് ഉത്തമമായ ആഗ്രഹങ്ങൾക്ക് മറുപടി സ്വർഗം നൽകുവാനും നമുക്ക് അഭയാചന ചെയ്യാം. നമ്മിൽ സംഗ്രഹീതമായിരിക്കുന്ന കൃപയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയ ആത്മീക ചൈതന്യത്തിന് കീഴിൽ പരിശുദ്ധ ബാവായുടെ കൃപയിൽ നമുക്ക് അഭയപ്പെടുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുവാൻ, സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധ മധ്യസ്ഥയിൽ അഭയപ്പെടുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം, ദൈവത്തിൻ്റെ മഹത്വങ്ങളെ പ്രഘോഷിക്കാം. പരിശുദ്ധന്മാരുടെയും ശുദ്ധമതികളുടെയും പരിശുദ്ധമ്മയുടെയും മധ്യസ്ഥയിൽ അഭയപ്പെടാം. ഈ സത്യവിശ്വാസം നിലകൊള്ളുവാനും ആത്മശരീര മനസ്സുകൾ പരിപൂർണമായി സുഖം പ്രാപിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നേർച്ച കാഴ്ചകളോടെ, വഴിപാടുകളോടെ, ദശാംശങ്ങളോടെ, റീശീസാക്കളുടെ ആദ്യബലങ്ങളോടെ, പെരുന്നാൾ ഷെയറുകളോടുകൂടെ ദൂരത്തും ചാരത്തുമായിരുന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും ദൈവമായ കർത്താവ് തൻ്റെ ജനനിയായ പരിശുദ്ധ കന്യാമറിയമ്മയുടെയും കാവൽപിതാവായ പരിശുദ്ധനായിരിക്കുന്ന യൂഹാനൻ മംദനയുടെയും പരിശുദ്ധനായിരിക്കുന്ന മാർ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധനായിരിക്കുന്ന മോറൻ മാർ ഇഗ്നാത്യോസ് ഏലിയാസ് പാത്രിക്കീസ് ബാവയുടെയും മഹാമധ്യസ്ഥ പ്രാർത്ഥന സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.